Hi students, welcome to a lecture series of quantum mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ബോർസ് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാവുന്നത് അത് എങ്ങനെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ബോർ തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്താണ് ബോർ തിയറി എന്നും ബോർ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് എന്താണെന്നും എന്താണ് ഒരു നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് എന്നും എങ്ങനെയാണ് എനർജി ക്വാണ്ടൈസേഷനും ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസേഷനും ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ഒരു ഓർബിറ്റിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ കാൽക്കുലേഷൻസ് ബോർ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ബോർ തിയറിയിലെ ലൈൻ സ്പെക്ട്ര എങ്ങനെ ഒബ്സർവ് ചെയ്യാം, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ടോപ്പിക് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബോർ മോഡൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു എനർജി ലെവൽസ് എന്ന് പറയുന്നത് ക്വാണ്ടൈസറാണ്. ക്വാണ്ടൈസേഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റിന് മുമ്പായിട്ട് തന്നെ ബോർ മോഡലിൽ എങ്ങനെ എനർജിയും ആംഗുലർ മൊമെൻറ്റവും ക്വാണ്ടൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഒരു ചെറിയ ഒരു ബേസിക് ഐഡിയ തന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റും എങ്ങനെയാണ് എനർജി ക്വാണ്ടൈസേഷനും എങ്ങനെയാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്സും എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അറ്റോമിക് ലെവലിൽ നമ്മൾ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അത് എനർജി റേഡിയേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ് പ്രകാരം ക്വാണ്ടം മെക്കാനിക്കലി ചില പ്രിവിലേജ്ഡ് ഓർബിറ്റുകളിൽ എനർജി റേഡിയേഷൻ ഇല്ല. അത്തരം ഓർബിറ്റുകൾ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഓർബിറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ലോസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ബോർ തിയറിയെ മോഡിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സും ക്വാണ്ടം ലോസ് ഓഫ് ഫിസിക്സും തമ്മിലുള്ള ഒരു കോറിലേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് പ്രകാരം മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏർലി 1900 മുമ്പുള്ള ഫിസിക്സിലൊക്കെ ഒരുപാട് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോസാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. എന്നാൽ നമ്മളുടെ ബോർ മോഡലൊക്കെ എത്തിയപ്പോഴേക്കും ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് അല്ലെങ്കിൽ പ്ലാങ്ക്സ് ബ്ലാക്ക് ബോഡി റേഡിയേഷനൊക്കെ വന്നപ്പോൾ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസും ക്വാണ്ടൈസ്ഡ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയൊക്കെ കൺസെപ്റ്റ് വന്നു. അപ്പോൾ ഇത് രണ്ടും കോറിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ബോറിൻ്റെ തിയറി പ്രകാരം ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ചില പ്രിവിലേജ്ഡ് ഓർബിറ്റുകളിൽ മാത്രമേ റിവോൾവ് ചെയ്യുന്നുള്ളൂ. ഇലക്ട്രോൺസ് കനോട്ട് റിവോൾവ് ഇൻ ഓൾ ഓർബിറ്റ്സ്. ഇറ്റ് ക്യാൻ റിവോൾവ് ഇൻ സർട്ടൻ ഓർബിറ്റ്സ് വേർ ദ ആംഗുലർ മൊമെൻറ്റം ഈസ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h ക്രോസ് 2h ക്രോസ് 3h ക്രോസ് ഈ രൂപത്തിൽ ആംഗുലർ മൊമെൻറ്റം വരുമ്പോഴാണ് നമ്മൾ ഇത്തരം ഓർബിറ്റുകളെയാണ് നമ്മൾ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നത്. സ്റ്റേഷനറി ഓർബിറ്റ്സ്. ഓക്കെ. എന്നാൽ ക്ലാസിക്കലി എന്താണ്? ക്ലാസിക്കലി ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് ഇൻ എനി ഓർബിറ്റ്സ് ആൻഡ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ will radiate energy. Revolving electron around the nucleus. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കലി നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആണ്. ക്ലിയർ ആയി? ഓക്കെ. അപ്പോൾ അവിടെയാണ് ഈ ക്ലാസിക്കൽ ലോസും ക്വാണ്ടം ലോസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഇവിടെ ഈ ബോർ തിയറിയിൽ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബോർ മോഡലിൽ ഈ ക്ലാസിക്കലും ക്വാണ്ടം മെക്കാനിക്കലും ക്ലാസിക്കലുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ്, വളരെ കൃത്യമാണ്, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദ ക്വാണ്ടം നമ്പർ
closer the quantum physics, closer the quantum physics, approaches classical physics. അതായത് ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ എന്താ പറഞ്ഞത്, ക്വാണ്ടം മെക്കാനിക്കലി അല്ലെങ്കിൽ ബോർ മോഡൽ പ്രകാരം നമ്മൾ പറഞ്ഞത് എനർജി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണെന്നും ചില സർട്ടൺ ലെവൽസുകളിൽ മാത്രമേ ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതേ ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രം നമ്മൾ അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ ക്വാണ്ടം നമ്പർ ഇപ്പോൾ n=1ൻ്റെ എനർജി ലെവലാണ്, ഇത് n=2. ക്വാണ്ടം നമ്പർ കൂടുന്നതിനനുസരിച്ച് ഒരു എനർജി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആവും. അതായത് ദിസ് ഈസ് ഇക്വലന്റ് ടു ദ ക്ലാസിക്കൽ സിറ്റുവേഷൻ. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രീറ്റ് സ്പെക്ട്ര എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് സ്പെക്ട്ര എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു സവിശേഷതയാണ്. കണ്ടിന്യൂസ് സ്പെക്ട്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എനർജി ലെവൽസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എനർജി ലെവൽസ് ക്ലോസ്ലി സ്പേസ്ഡായിട്ട് മാറും. എന്ത് ക്വാണ്ടം നമ്പർ കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് സിറ്റുവേഷനിലേക്ക് n=∞ ഒക്കെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ n വളരെ ലാർജ് ആവുന്ന സമയത്ത് എനർജി ലെവൽസ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആണ്. അതുതന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദ ക്വാണ്ടം നമ്പർ ക്ലോസർ ദ ക്വാണ്ടം ഫിസിക്സ് അപ്രോച്ചസ് ദ ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പോൾ ബേസിക് ലോസ്, അതായത് ഫിസിക്സിൻ്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ലാർജ് ആകുമ്പോൾ ആ ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിളുകൾ മുഴുവൻ ഓട്ടോമാറ്റിക്കലി ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോസിലേക്ക് മാറും എന്നുള്ളതാണ്. അതായത് ഒരു ഡിസ്ക്രീറ്റ് സ്പെക്ട്ര കണ്ടിന്യൂസ് സ്പെക്ട്രയാവുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇത് പറയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ അതിനെ വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വലൻ്റ്ലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ക്വാണ്ടം തിയറി must agree with classical theory in the limit of large quantum numbers. ഇവിടെ ബോർ മോഡലിൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? n ആണ്. അതായത് ഓർബിറ്റിന്റെ എണ്ണം, nth ഓർബിറ്റ്, ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് വളരെ ലാർജ് ആകുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടും ക്ലാസിക്കൽ റിസൾട്ടും ഇക്വലൻ്റ് ആയി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബോർ മോഡലിൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ ബോർ മോഡൽ പ്രകാരം ഒരു ന്യൂക്ലിയസ് അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഒരു റേഡിയസ് r ആണെന്ന് വിചാരിച്ചോ. ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു E- വിത്ത് എ വെലോസിറ്റി v. ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ ഈസ് ആക്ച്വലി ആക്സിലറേറ്റിംഗ്. നമുക്കറിയാം സെയിം സ്പീഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ആൻ ആക്സലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ. An accelerating charged particle always radiate according to classical electromagnetic theory. അപ്പോൾ ക്ലാസിക്കൽ ലോസ് പ്രകാരം
ഒരു ആക്സിലറേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ എപ്പോഴും റേഡിയേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ആൻഡ് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ പഠിക്കുന്നതാണ് it will emit radiations with a frequency. അപ്പോൾ ഇങ്ങനൊരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റി റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ റേഡിയേറ്റ് ചെയ്യും. ആ റേഡിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ, frequency of revolution or rotation, frequency of rotation in this circular path, in this circular orbit. അപ്പോൾ ഒരു സർക്കുലർ ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, 1 ടൈം പീരീഡ് ആണ്. അപ്പോൾ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം പീരീഡിനെ റെസിപ്രോക്കൽ എടുത്താൽ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ കിട്ടും. ആ ഫ്രീക്വൻസിയിലായിരിക്കും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റേഡിയേറ്റ് ചെയ്യുക. ഇത് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയുള്ള ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇറ്റ് വിൽ റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ with a frequency which is equal to the frequency of rotation. This is classical physics. Classical physics in the law ആണ്. Classical physics പ്രകാരമുള്ള തിയറിയാണിത്. ഓക്കെ, പക്ഷെ ബോർ എന്ത് പറഞ്ഞു? ബോർ പറഞ്ഞു ചില സർട്ടൺ ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. അത്തരം ഓർബിറ്റുകളിൽ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആകുന്നുണ്ടെങ്കിൽ, ആകുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് ആയിരിക്കും. ബോറിനെ സംബന്ധിച്ചിടത്തോളം അത് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആയിരിക്കും. ബോർ വേറൊരു കാര്യം കൂടിയും പറഞ്ഞിരുന്നു. ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പോൾ മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതായിരിക്കും അതിനെയാണ് നമ്മൾ HF എന്ന് പറയുന്നത്. ഹിയർ എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. സോ ബോർ തിയറി പ്രകാരം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എങ്ങനെയാണ് എമിറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വെറുതെ സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്, റേഡിയേഷൻ എമിറ്റ് ചെയ്യില്ല. ഒരു സർക്കുലർ പാത്തിൽ നിന്ന് മറ്റൊരു സർക്കുലർ പാത്തിലേക്ക്, ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഇലക്ട്രോൺ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ആണ്. ഓക്കെ, ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് പ്രകാരം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബോർ മോഡൽ പ്രകാരം നമ്മൾ പറഞ്ഞത് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആണെന്നും ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു പറഞ്ഞു. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കലി ദ എമിറ്റഡ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്? ക്വാണ്ടം നമ്പർ വളരെ കൂടുതലാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിളും ക്ലാസിക്കൽ ലോസിൻ്റെ പ്രിൻസിപ്പിളും ഇക്വലൻ്റ് ആകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇഫ് യു ടേക്ക് an orbit വിത്ത് എ ലാർജ് n വാല്യൂ, ഒരു ഓർബിറ്റ് എടുക്കുക, ആ ഓർബിറ്റിൻ്റെ n എന്ന് പറയുന്നത് ഈസ് വെരി ലാർജ്, അറൗണ്ട് 10,000 or 10⁻³ or 10⁻⁴ ഓർഡറിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു nth ലെവലിൽ നിന്ന് n-1th ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഫ്രീക്വൻസി എഫ് എന്ന് വിചാരിക്കും. ഈ ഫ്രീക്വൻസിയും nth ഓർബിറ്റിലെ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷനും ഇക്വലൻ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ ഫിസിക്സും
സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഈ പ്രൂഫ് കഴിയുമ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷനും ഇക്വലൻ്റ് ആയാൽ നമ്മൾ പറയും ലാർജ് എൻ വാല്യൂസിന് ഇക്വലൻ്റ് ആയാൽ അത് ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സിൻ്റെ തിയറി ആയിട്ട് മാറും, ക്ലാസിക്കൽ തിയറി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് ക്വാണ്ടം മെക്കാനിക്സ് ബോറിൻ്റെ മോഡലിൽ നിന്ന് നമ്മൾ ക്ലാസിക്കൽ തിയറി ലാർജ് ക്വാണ്ടം നമ്പേഴ്സിൽ എത്തുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ emitted by an electron for large n values, large quantum numbers, will be equal to frequency of rotation. ഇതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. ഇതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഇക്വലൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലാർജ് ക്വാണ്ടം നമ്പേഴ്സ് എത്തുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഓട്ടോമാറ്റിക്കലി ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ തിയറിയും ഇക്വലൻ്റ് ആയിട്ട് മാറും. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റ് എടുക്കുകയാണ്. യു കൺസിഡർ an orbit with a radius r. The electron is revolving with a velocity v, speed v. Then period of revolution t is equal to total distance by speed. അപ്പോൾ എന്ത് വരും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2πr വരും, സ്പീഡ് എന്ന് പറഞ്ഞാൽ v. സോ 2πr/v എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ടി ക്ലിയർ? ഈ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി k is equal to half mv² എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വിനെ 2k/m √2k/m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾസോ ബോർ തിയറിയിൽ നിന്ന് ഫ്രം ബോർ തിയറി നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൈനറ്റിക് എനർജി k is equal to 1/8πε0 e²/r plus e minus e. Okay. So period of revolution t is equal to 2πr/√2k/m. Okay. v ക്ക് √2k/m എന്ന് കൊടുക്കാം. സോ 2πr divided by √2 into 1/8πε0 e²/r/m. ഓക്കെ, ക്ലിയർ? സോ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് t is equal to, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. root of 16 pi cube epsilon naught mr cube by e. root e സ്ക്വയറിനെ e എന്ന് എടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ടി കിട്ടി. ടി കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ, അതായത്
ഈ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ, frequency of rotation or revolution, F is equal to 1 by T, that is equal to E divided by root of 16 pi cube epsilon naught mr cube. Okay, Bohr തിയറിയിൽ നിന്ന് നമുക്ക് റേഡിയസ് ഓഫ് allowed orbit, radii of allowed orbits നമുക്ക് കിട്ടിയിട്ടുണ്ട്. Rn is equal to a0 n square എന്നൊക്കെയാണ് കിട്ടിയത്. That is equal to 4 pi epsilon naught h cross square divided by m e square into n square. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Question number 3 നോടിക്കോ. So the frequency of rotation, of electron in nth orbit, അപ്പോൾ നമുക്ക് അതിനെ Fn എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E divided by root of 16 pi cube epsilon naught mr cube, r എന്നുള്ളതിന് പകരം rn കൊടുക്കണം. That is equal to 4 pi epsilon naught h cross square divided by m e square whole cube into n square whole cube. n raised to 6 വരും. അതൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അല്ലെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ Fn will be equal to, ഞാൻ എൻ്റെ സ്റ്റെപ്പുകൾ എഴുതുന്നില്ല, സിമ്പിൾ സ്റ്റെപ്പുകളാണ്. ഇതൊക്കെ റീഅറേഞ്ച് ചെയ്ത് മുകളിലേക്കൊക്കെ പോകണം. എം ഇ സ്ക്വയർ റൂട്ട് ഇതൊക്കെ എടുക്കുമ്പോൾ എം ഇ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32 pi square epsilon naught square h cross cube into 1 by n cube എന്ന് വരും. This is the frequency of rotation for nth orbit. Equation number 4 എന്ന് കൊടുക്കും. ഓക്കെ, nth ഓർബിറ്റിലുള്ള ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ലെവൽ, ഒരു nth ഓർബിറ്റ് ഇതുണ്ടെന്ന് വിചാരിച്ചോ n, മറ്റൊരു ലെവൽ n-1. ഈ എന്നിൽ നിന്ന് n-1ലേക്ക് ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ സംഭവിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് പ്രൈം എന്നെടുക്കുന്നു. സോ ദ കറസ്പോണ്ടിങ് എനർജി ഈസ് എച്ച് എഫ് പ്രൈം. ഓക്കെ, എന്നിൽ നിന്ന് തൊട്ടടുത്തൊരു ലെവൽ n-1. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് n ഈസ് വെരി ലാർജ്, ഏകദേശം 10⁻³ to 10⁻⁴ ഓർഡറിലൊക്കെയാണ്. 10,000, 1000 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രം ബോർ തിയറി, ബോറിൻ്റെ തിയറിയിൽ നിന്ന് നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ for the transition of electron from nth orbit to n-1th orbit. That is equal to f prime is equal to c r infinity into 1 by n-1 whole square divided by 1 by n square. ഇങ്ങനെ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. സി ആർ ഇൻഫിനിറ്റി ഇൻറ്റു 1 by nf സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 by ni സ്ക്വയർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ റിലേഷൻ. ആർ ഇൻഫിനിറ്റിയുടെ വാല്യൂ അറിയാം. അപ്പോൾ സി ഇൻറ്റു എം ഇ റേസ് ടു 4
64 pi cube epsilon naught square h cross square c ഇതാണ് r ഇൻഫിനിറ്റി വരിക ഇൻറ്റു 1 by n minus 1 whole square minus 1 by n square എന്ന് വരും. Okay, so we can write f prime is equal to m e raised to 4 divided by 64 pi square, 64 pi cube epsilon naught square h cross square into 1 by n minus 1 square minus 1 by n square. So that is equal to m e raised to 4 divided by 64 pi cube epsilon naught square h cross square LCM n square into n minus 1 whole square denominator varum n square minus n minus 1 whole square. So that can be written as m e raised to 4 divided by 64 pi cube epsilon naught square h cross square into n square minus 2n plus 1 divided by n square into n minus 1 whole square. ഇവിടെ നമ്മൾ n എന്ന് പറയുന്നത് ലാർജ് ആണ് എടുത്തത്. അപ്പോൾ n minus 1 is approximately n ആണ്. 2n minus 1 is approximately 2n എന്നും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? m e raised to 4 divided by 64 pi cube epsilon naught square h cross square into n square minus n square plus 2n minus 1 divided by n square into n minus 1 whole square എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഇവിടെ n minus 1 whole square-നെ n square എന്ന് കൊടുക്കാം. 2n minus 1-ന് പകരം 2n എന്ന് കൊടുക്കാം. ഇത് രണ്ടും വെട്ടിപ്പോയി. So m e raised to 4 divided by 64 pi cube epsilon naught square h cross square into 2n divided by n raised to 4. So the result will be m e raised to 4 divided by 32 pi cube epsilon naught square h cross square into 1 by n cube എന്ന് വന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഇക്വേഷൻ നമ്പർ 4 കിട്ടിയത്. f that is equal to f എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ. അപ്പം nth ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷനും എന്നിൽ നിന്ന് n മൈനസ് 1-ലേക്കുള്ള ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും ഓൾമോസ്റ്റ് ഈക്വൽ ആയി. ഇതാണ് ക്ലാസിക്കൽ ഫിസിക്സിൽ പറഞ്ഞത്. ക്ലാസിക്കൽ ഫിസിക്സിൽ എന്താ പറഞ്ഞത്? ക്ലാസിക്കൽ ഫിസിക്സിൽ ഒരു ഇലക്ട്രോൺ ഒരു ആക്സലറേറ്റിംഗ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്താൽ ഇറ്റ് വിൽ റേഡിയേറ്റ് ആൻ എനർജി, ഇറ്റ് വിൽ റേഡിയേറ്റ് വിത്ത് an electromagnetic radiation with a frequency which is equal to the frequency of rotation. അപ്പോൾ എന്തായി? ബോറിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ നിന്ന് നമ്മൾ ലാർജ് ക്വാണ്ടം നമ്പേഴ്സ് എത്തിയപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിലേക്ക് നമ്മൾക്ക് എത്തി. അതായത് ഒരു റേഡിയേറ്റിംഗ് ഓർബിറ്റും ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷനും ഈക്വൽ ആണ് എന്നുള്ള ബേസിക് ക്ലാസിക്കൽ ഫിസിക്സിലെ തിയറിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാർജ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ് ആണ് എന്ന് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുകയും ചെയ്യാം. ഓക്കെ, next we move on to ബോർ മോഡലിൻ്റെ ഡെഫിഷ്യൻസീസ് എന്താണ് ഡ്രോബാക്സ് അല്ലെങ്കിൽ
ബേസിക് ഇഷ്യൂസ് എന്താണ് ഒരു ബോർ മോഡലിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിഷ്യൻസീസ് ഓഫ് ബോർ മോഡൽ. ബോർ മോഡൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരുപാട് അസംഷൻസ്, ഒരുപാട് ബേസിക് അസംഷൻസ് അതിലുണ്ട്. അതിൽ ആദ്യത്തെ ഒരു അസംഷനാണ് ഒരു ഫിക്സഡ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ബോർ മോഡലിൻ്റെ ഒരു ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് അറൗണ്ട് എ ഫിക്സഡ് മാസീവ് ന്യൂക്ലിയസ്. ഇതായിരുന്നു ബോർ മോഡലിലും റുദർഫോർഡ് മോഡലിലും ഒക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂക്ലിയസിൻ്റെ മോഷൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്താൽ എനർജി ലെവൽസിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈൻസിൻ്റെ വേവ് ലെങ്ത്തിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മോഷൻ ഓഫ് ന്യൂക്ലിയസ്. ഹൈഡ്രജൻ്റെ കേസിൽ ആ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണാണ്. കാരണം ഹൈഡ്രജനിൽ ഒരു പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ ബോറിൻ്റെ തിയറി പ്രകാരം നമ്മൾ കൺസിഡർ ചെയ്തത് എന്താ, ന്യൂക്ലിയസ് ഫിക്സഡ് ആണെന്നാണ്. പക്ഷെ ആക്ച്വലി nucleus is not fixed. Actually, both electron and proton are revolving around the center of mass of the electron proton system. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസും പ്ലസ് ഇയും മൈനസ് ഇയും അതിൻ്റെ ഇടയിൽ ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവും. ഈ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റുമാണ് ഇത് റിവോൾവ് ചെയ്യുന്നത്. ടു ബോഡി പ്രോബ്ലം എന്ന് പറയുന്ന ഒരു വൺ ബോഡി പ്രോബ്ലം ആക്കി മാറ്റുന്ന രീതിയിലുള്ള സെൻറ്റർ ഓഫ് മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബോർ തിയറിയിൽ നമ്മൾ എം എടുത്തേക്കുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ശരിക്കും ആക്ച്വലി വേണ്ടത് എമ്മിനെ റീപ്ലേസ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? റീപ്ലേസ് എം വിത്ത് എ റെഡ്യൂസ്ഡ് മാസ്. റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ റെഡ്യൂസ്ഡ് മാസ് ആണ്. നമുക്കതിനെ എം പ്രൈം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പ്രോട്ടോൺ എം പി എന്ന് എടുക്കുക. ഇത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ എം ഇ ആണെങ്കിൽ എം പ്രൈം എന്ന് പറയുന്നത് എം പി ഇൻറ്റു എം ഇ ഡിവൈഡഡ് ബൈ എം പി പ്ലസ് എം ഇ, വിച്ച് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, എം എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് സഫിക്സ് ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? മാസ് ഓഫ് ദ ഇലക്ട്രോണിനേക്കാളും സ്ലൈറ്റ്ലി ലെസ് ദാൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഒരു എനർജിയും ഫ്രീക്വൻസിയിലും എനർജിയും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത എനർജികളുണ്ടല്ലോ, എനർജി ലെവൽസുകളുണ്ട്. ആ എനർജി ലെവൽസുകളിൽ നിന്നും എനർജിയും ഫ്രീക്വൻസിയും ഡേയും വാല്യൂസ് സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും. സ്ലൈറ്റ് ഡിക്രീസ് ഉണ്ടാവും. ആ ഡിക്രീസ് എന്ന് പറയുന്നത് അറൗണ്ട് 0.05% ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ലാംഡയും എന്ത് ഉണ്ടാവും? സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടാവും. ഫ്രീക്വൻസി ഇതും ഡിക്രീസ് ചെയ്യുമ്പോൾ ലാംഡ സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടാവും. അറൗണ്ട് 0.05% ആ ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതിൻ്റെ ഭാഗമായി റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ. റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആർ ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എം ഇ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32. റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് എം ഇ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 64 പൈ ക്യൂബ് എപ്സിലോൺ നോട്ട് സ്ക്വയർ
എച്ച് ക്രോസ് സ്ക്വയർ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഈ എമ്മിനെ റീപ്ലേസ് ചെയ്ത് എം പ്രൈം നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയ റിഡ്ബർഗ് കോൺസ്റ്റന്റിനെ ഞാൻ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആർ ഇൻഫിനിറ്റി ഇൻറ്റു 1 പ്ലസ് എം ഇ ബൈ എം പി എന്ന് വരും. സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവുള്ളൂ. മാസ് ഓഫ് ദ എം ഇ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ, എം പി എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പ്രോട്ടോൺ. അപ്പോൾ ഇഫ് എം പി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ആർ വിൽ ബി ഈക്വൽ ടു ആർ ഇൻഫിനിറ്റി. അതുകൊണ്ടാണ് അതിന് ആർ ഇൻഫിനിറ്റി എന്ന് വിളിക്കാൻ കാരണം. അതായത് ഇൻഫിനിറ്റി മാസ് ഓഫ് ദ പ്രോട്ടോൺ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ ആർ ഇൻഫിനിറ്റി വരുന്നത്. അല്ലെങ്കിൽ ആർ ഇൻഫിനിറ്റിക്ക് വേറൊരു കോൺസെപ്റ്റും കൂടിയുണ്ട്. നമ്മൾ ഇൻഫൈനൈറ്റ് ലെവലിൽ നിന്ന് n is equal to 1 ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അത് ലൈമൻ സീരീസിലാണ് വരിക. അതിൻ്റെ സീരീസ് ലിമിറ്റാണ്, ലാംഡ ലിമിറ്റാണ് ഉണ്ടാവുക. ആ ലാംഡ ലിമിറ്റ് നമ്മൾ എഴുതിയത് ഓർമ്മയുണ്ടാവും. ലാംഡ ലിമിറ്റ് ഇസ് ഈക്വൽ ടു ആർ ഇൻഫിനിറ്റി ഇൻറ്റു 1 ബൈ ലാംഡ ആർ ഇൻഫിനിറ്റി ഇൻറ്റു 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻഫിനിറ്റി. സോ ലാംഡ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ആർ ഇൻഫിനിറ്റി എന്നാണ് വരിക. ആ ഒരു കാരണം കൂടി ഉണ്ട് ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കാൻ. റിഡ്ബർഗ് കോൺസ്റ്റന്റ്, ബോർ തിയറിയിൽ ഉപയോഗിച്ച റിഡ്ബർഗ് കോൺസ്റ്റന്റ്, മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യാത്ത സമയത്തുള്ള റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇങ്ങനെ ആർ ഇൻഫിനിറ്റി എന്ന് എഴുതാൻ കാരണം അതും കൂടിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിലും പറയാൻ പറ്റും. മാസ് ഓഫ് ദ പ്രോട്ടോൺ ഇൻഫൈനൈറ്റ് ആവുമ്പോഴുള്ള റിഡ്ബർഗ് കോൺസ്റ്റന്റിനെയാണ് ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ അപ്പം ഇതാണ് ബേസിക് ആയ ഒരു 0.05 വ്യത്യാസം എന്താ പറയുക വേവ് ലെങ്ത്തിൽ ഉണ്ടാവും. പ്രഡിക്റ്റഡ് വേവ് ലെങ്ത്തിൽ മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ് കൊണ്ട് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേവ് ലെങ്ത്ത് ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഫ്രീക്വൻസിയും എനർജിയും സ്ലൈറ്റ്ലി ഡിക്രീസും സംഭവിക്കും മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ് കൊണ്ട്. രണ്ടാമത്തെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് വേവ് ലെങ്ത്സ് ഇൻ എയർ. എന്താ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യും, നമ്മളൊരു ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു. 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു ആർ ഇൻഫിനിറ്റി ഇൻറ്റു 1 ബൈ എൻ എഫ് സ്ക്വയർ മൈനസ് 1 ബൈ എൻ ഐ സ്ക്വയർ. അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് നമ്മളൊരു റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സി ആർ ഇൻഫിനിറ്റി ഇൻറ്റു 1 ബൈ എൻ എഫ് സ്ക്വയർ മൈനസ് 1 ബൈ എൻ ഐ സ്ക്വയർ. അല്ലെങ്കിൽ വേറൊരു റിലേഷൻ നമ്മൾ ജനറൽ റിലേഷൻ എഴുതിയിരുന്നത് m e raised to 4 divided by 64 pi cube epsilon naught square h cross square into 1 by nf square minus 1 by ni square. ഇതാണ് ബോർ തിയറിയിൽ നിന്ന് കിട്ടിയാണ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. ആ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷനിൽ നിന്ന് വേവ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് കിട്ടിയത്? എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വെലോസിറ്റി സി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് എഴുതി, എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് എഴുതി, അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു സി ബൈ എഫ് എന്ന് എഴുതി. സി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഒരു കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണെന്നൊക്കെ നമുക്കറിയാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് എയറിലാണ്. നോർമലി സ്പെക്ട്രൽ ലൈൻസിനും ഒബ്സർവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നത് എയറിലാണ്. അതുകൊണ്ട് തന്നെ സിക്ക് പകരം വി എയർ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആണ് ഉപയോഗിക്കേണ്ടത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയറും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വവും തമ്മിൽ ഒരു 0.03% ചേഞ്ച് ഉണ്ടാവും. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചേഞ്ചേ ഉള്ളൂ. എങ്കിലും പക്ഷേ അത് നമ്മൾ ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി എഴുതിയിട്ട് അതിൽ നിന്ന് വേവ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ ഈ സിക്ക് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ആയിരുന്നു. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് വേവ് ലെങ്ത്തിൽ എയറിലുള്ള വേവ് ലെങ്ത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വേവ് ലെങ്ത്തിലേക്ക് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്പൻസി കൊണ്ടുണ്ടാവുന്ന എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എറർ ഇൻ ലാംഡ ഈസ് ഓൺലി അറൗണ്ട് 0.03%. അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എയർ എന്താ പറയുക ബോർ തിയറിയിൽ നമ്മൾ ഉപയോഗിച്ച സിക്ക് പകരം വി എയർ ഉപയോഗിച്ചാൽ ചെറിയൊരു ചേഞ്ചും ആ ഡെഫിഷ്യൻസി നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം ആണ്. ആംഗുലർ മൊമെൻറ്റം ബോർ എന്താ പറഞ്ഞത്? ആംഗുലർ മൊമെൻറ്റം ബോർ പറഞ്ഞത് angular momentum of revolving electron will be integral multiple of h cross 2h cross 3h cross 4h cross അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് n is equal to 1 ഫസ്റ്റ് ഓർബിറ്റിലാണ്, ഇത് n is equal to 2, n is equal to 3, ഇത് n is equal to 4. അപ്പോൾ ബോർ പ്രഡിക്റ്റ് ചെയ്ത കാര്യം വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണെന്നും എച്ച് ക്രോസിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് എന്നുള്ളതും വളരെ കൃത്യമാണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോർ n is equal to 1 orbit, experimentally it can be found that L is equal to 0. അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്നും ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ക്രോസ് ആണെന്നുള്ളതും കറക്റ്റ് ആണെങ്കിൽ പോലും ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് ബോർ പ്രഡിക്റ്റ് ചെയ്തത് എച്ച് ക്രോസ് ആണെങ്കിലും ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നാലാമത്തെ ബോർ പറഞ്ഞത് എന്താ? അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1925 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബോർ തിയറി ആണെങ്കിൽ 1913 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ബോർ തിയറി വയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ബോർ തിയറി വയലേറ്റ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ 1913 എസ്റ്റാബ്ലിഷ് ചെയ്ത ബോർ തിയറി 1925 വന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഐഡിയ ആണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ അതിശയോക്തിയൊന്നുമുള്ള കാര്യമല്ല. പക്ഷെ അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബോറിൻ്റെ അസംഷൻ പ്രകാരം ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഓർബിറ്റുകളിലാണ്, വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓർബിറ്റുകളിലാണ്. അതിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് XY പ്ലെയിനിലാണെന്ന് വിചാരിച്ചു. കൃത്യം XY പ്ലെയിനിലാണ് ഇലക്ട്രോൺ റിവോൾവ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് ഇൻ സർട്ടൺ ഡെഫിനിറ്റ് ഓർബിറ്റ്സ് എന്നുള്ളതാണ് ബോറിൻ്റെ അസംഷൻ. XY പ്ലെയിനിലാണ്. അപ്പോൾ അതിൻ്റെ Z ഡയറക്ഷനിലുള്ള ആംഗുലർ മൊമെൻറ്റം എത്ര വരും? Z ഡയറക്ഷനിലുള്ള Z വാല്യൂ എത്ര വരും? Z is equal to 0. Z കോർഡിനേറ്റ് എത്ര വരും? ഓൾവേസ് ഫിക്സഡ് ആണ്. Z കോർഡിനേറ്റ് ഫിക്സഡ് ആണ്. Z കോർഡിനേറ്റ് ഫിക്സഡ് ആണെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ Z കോർഡിനേറ്റ് ഈസ് 0. അതായത് ഡെൽറ്റ Z is equal to 0. മാത്രമല്ല ഇത് നമ്മൾ ഡെഫിനിറ്റ് ഓർബിറ്റിലാണ് കറങ്ങുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ XY പ്ലെയിനിലാണ് കറങ്ങുന്നത്. സോ ആംഗുലർ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം PZ ഈസ് ഓൾസോ 0. Z കമ്പോണന്റ് ഓഫ് P ഈസ് precisely to be 0. കാരണം എന്താ? XY പ്ലെയിനിലാണ് കറങ്ങുന്നത്. XY പ്ലെയിനിൽ കറങ്ങുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ Z ഡയറക്ഷനിൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവില്ല, ഒരു സംശയവുമില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ PZ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഈസ് ഓൾസോ 0. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഡെൽറ്റ Z 0 കിട്ടി, ഡെൽറ്റ PZ is equal to 0. ഇത് രണ്ടും ഫിക്സഡ് ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ Z ഡെൽറ്റ PZ എന്ന് പറയുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. പ്രിസൈസ് ആയിട്ട് ഡെൽറ്റ സെഡും ഡെൽറ്റ PZും നമുക്ക് പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നു. അത് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. മൊമെൻറ്റും പൊസിഷനും
സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രിസൈസ് വിത്ത് അബ്സല്യൂട്ട് ഡിഗ്രി ഓഫ് ആക്യുറസി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ചോദിക്കും ഇതിൽ എന്താ പ്രശ്നം? ഇത് ബോറിൻ്റെ മോഡലിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആവും. ഇങ്ങനെ ഒരു ഡെഫിനിറ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്നുള്ള ബേസിക് അസംഷൻ തന്നെ തെറ്റാണെന്നും അതിനനുസരിച്ച് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ഓർബിറ്റിൻ്റെ ഫസിനെസ് അല്ലെങ്കിൽ ഓർബിറ്റ് കൃത്യമായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കാത്ത വരികയും ഒരു ഫിക്സഡ് ഓർബിറ്റ് പറ്റാതിരിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത ലേറ്റർ ആയിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഹൈഡ്രജൻ ആറ്റമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.